പാഠം 971 പകരത്തിന് പകരം. സാമ്പത്തിക പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്നു. നോട്ടുകൾ മാറാനും പണം പിൻവലിക്കാനുമായി ആളുകൾ ഇപ്പോഴും ബാങ്കുകളുടെ മുന്നിൽ. അധികം വൈകാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് സർക്കാർ. സർക്കാരിനെതിരെ സമര പരിപാടികളുമായി പ്രതിപക്ഷം. ഇങ്ങനെ കുറച്ചാൾ പോയാൽ പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ആളുകൾ പഠിച്ചോളൂ. ഞാനൊരു കാര്യം നോക്കട്ടെ. ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കല്ലേ. എനിക്ക് 1 മിനിറ്റ് മതിന്ന്. 5ാമത്തെ പേജിൽ ഒരു വാർത്തയാണെന്ന് വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞു. അതൊന്നും നോക്കാനാ. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്തൊരു കഷ്ടം മോനട്ടാ. ഒരു അത്യാവശ്യമുള്ള കാര്യമായിട്ടാ. 1 മിനിറ്റിൽ ഞാൻ തിരിച്ചു തരും. ഇത് തന്നെ വാർത്ത. അപ്പൊ വിദ്യാലക്ഷ്മി പറഞ്ഞ സത്യാണല്ലേ? എന്ത്? വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നയാളോട് അപമര്യാദയായി പെരുമാറിയ വില്ലേജ് ഓഫീസറെ സഹികെട്ട് നാട്ടുകാർ തടഞ്ഞു വെച്ചു. കോഴിക്കോട് ജില്ലയിലാണ് സംഭവം. എന്താവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ ചെന്നാലും നിയമവും ന്യായവും പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്ന ശീലക്കാരനായ വില്ലേജ് ഓഫീസറെയാണ് നാട്ടുകാർ കൈകാര്യം ചെയ്തത്. അനാവശ്യമായി ദേഷ്യപ്പെടുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വില്ലേജ് ഓഫീസറെ നാട്ടുകാരെ സംഘടിച്ച് ഓഫീസിൽ പൂട്ടിയിടുകയായിരുന്നു. വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ വില്ലേജ് ഓഫീസർ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആളുകൾ പിന്മാറിയത്. ഇത്തരം ജനകീയ ഇടപെടലുകൾ ഇനിയും ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നുള്ള പേടിയിലാണ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും. ഈശ്വരാ, ഈ നാട്ടിലെ ആളുകൾക്ക് എന്നാണാവോ ഇങ്ങനൊരു ബുദ്ധി തോന്നണേ. അത് ഞാൻ അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. ഇവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും ചെയ്യണം എന്റെ പാട് ബാക്കിയുള്ള അനുഭവിക്കുന്നത്. നീ ആ പറഞ്ഞിട്ട് പോന്ന ഒന്നുകൂടെ പറഞ്ഞേ. എന്താ നീ അവസാനം പറഞ്ഞത്? അവസാനം പറഞ്ഞത് എനിക്ക് അടുക്കള ജോലി ഉണ്ടെന്ന്. സത്യം മോനട്ടാ, രാവിലത്തേക്ക് കഴിക്കാനുള്ളത് ഇതുവരെയായിട്ട് ഉണ്ടാക്കില്ല. അതല്ല, കോഴിക്കോട്ട് നടന്നത് ഇവിടെ നടന്നാൽ നീ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? അതോ ഞാൻ ഈ നാട്ടിലുള്ള ഒരാളും സാറിനെ ആഫീസിൽ പൂട്ടിയിടുകയോ എന്തെങ്കിലും അപമര്യാദയെ പറയുകയോ ഇല്ല. കോഴിക്കോട്ടെ വില്ലേജ് ഓഫീസറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോ അയാൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നെ പോലെ ഒരു വില്ലേജ് ഓഫീസറെ കിട്ടിയതിന്റെ പേരിൽ അവരെല്ലാം ദൈവത്തോട് നന്ദി പറയുകയാണ്. വില്ലേജ് ഓഫീസിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വരുന്ന ഒരാൾക്കും പ്രയാസപ്പെട്ട് തിരിച്ചു പോകേണ്ടി വരുന്നില്ല എന്ന് മോഹനേട്ടൻ പറയണതല്ലേ. വരുന്നയാളുടെ കടലാസുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മോഹനേട്ടൻ അപ്പ വഴക്ക് പറഞ്ഞു തുടങ്ങും. അന്യായമായ വല്ലതും കാര്യം പറഞ്ഞു വരുന്നവരെ മോഹനേട്ടൻ വിരട്ടും. ഇതൊന്നുമല്ലാതെ ഏറ്റവും ന്യായമായ കാര്യങ്ങൾക്ക് വരുന്നവരെ പരിസ്ഥിതി സ്നേഹവും ലോകചരിത്രവും പറഞ്ഞ് നട്ടം തിരിക്കും. മോഹനേട്ടന്റെ ഉപദേശം കേൾക്കേണ്ടി വരാത്ത ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില്? വിവരമുള്ളവർ വിവരമില്ലാത്തവരെ ഉപദേശിക്കും. അതൊരു പുതുമയല്ല. ഉപദേശിയോ? വില്ലേജ് ഓഫീസിൽ വരുന്നവരുടെ കാര്യം നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ പറ്റില്ല എന്നങ്ങ് പറഞ്ഞു ഒഴിവാക്കണം. ഇത്രയും ചെയ്യുന്നതിന് പകരം മോഹനേട്ടന് ആളാകാൻ വേണ്ടി എന്തൊക്കെയാണ് പറയാറുള്ളത്? ഒരു ദിവസം ഈ നാട്ടുകാരെ സംഘടിക്കും. അന്ന് കണ്ടോ എന്താ ഉണ്ടാവുകയെന്ന്? ഒന്നും കാണാനില്ല. ഈ നാട്ടുകാരെ എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇതുവരെ തിരിച്ചൊന്നും പറയാത്തത്. ഇല്ലെങ്കിൽ മോനോട്ടനെ പണ്ട ഞാൻ പൂട്ടിയിട്ടേനെ. ചെല്ല പോയി ആ ഫോൺ എടുക്ക്. എനിക്കിവിടെ കുറേ പണിയുണ്ട്. പോകൂ.
അതെ, മനസ്സിലായി കൊടുക്കാം. ഭാമേ, ആരാ മോനട്ടാ? വിദ്യാലക്ഷ്മി. എന്താ വിദ്യ? വേലായുധൻ ചേട്ടനോ? എന്തു പറഞ്ഞു? അതിനിപ്പോ ഞാനെന്താ ചെയ്തത്? കേസ് ഏൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കാര്യം പറഞ്ഞതല്ലായിരുന്നോ? ആണോ? ഇങ്ങോട്ടോ? എന്തിന്? ഓ പിന്നെ അയാളെ കൊണ്ട് വരട്ടെ. എനിക്കറിയാം. ഞാനിപ്പോ എന്താ ചെയ്യുക? അതെയോ, ശരി. അല്ല, ബ്ലേഡ് കമ്പനി നടത്തുന്ന വേലായുധൻ ചേട്ടന്റെ കേസ് ഞാൻ ബാധിച്ചിരുന്നേ. അത് കഴിഞ്ഞ ആഴ്ച തോറ്റു. ഇത് വന്നപ്പോ വേലായുധൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി എത്തിയത്. രാവിലെ ഗുമസ്തൻ മത്തായി ചേട്ടനെ വിളിച്ച് ഒരുപാട് ചീത്ത വിളിച്ചെന്ന്. ഇവിടെ വന്ന് എന്നോട് ബാക്കി പറയുന്ന പറഞ്ഞേക്കുന്നേ. അതായത് നീ കേസ് തോറ്റ്. കക്ഷി നിന്നെ കണ്ട് പറയാനുള്ളത് പറയാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഓ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് കാണാലോ. അതല്ല, നീ എന്തായാലും തോറ്റു. കക്ഷി നിന്നെ വക്കീല് മുങ്ങിയ. നീ എന്താ ഓടിക്കളഞ്ഞത്? കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? എന്നെ നാട്ടുകാർ വില്ലേജ് ഓഫീസിൽ പൂട്ടിയിടുമെന്ന്. അത് കണ്ടിട്ട് വേണം നിനക്ക് എന്ന് ചിരിക്കാനെന്ന്. ഇപ്പോഴെന്തായി? നീ കേസ് വാദിച്ച് തോറ്റതിന്റെ പേരിൽ നിന്നെ കണ്ട് നല്ലത് നാല് പറയാനായിട്ട് നിന്റെ കക്ഷി ഇങ്ങോട്ട് വരുന്നു. കൊള്ളാം. കേസ് ചിലപ്പോൾ തോറ്റെന്നെങ്കിരിക്കും. എല്ലാ വക്കീലന്മാരും എല്ലാ കേസും ജയിക്കൂ? അത് നീ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ ചീത്ത വിളിക്കാൻ വരുന്ന കക്ഷിയോട് പറഞ്ഞാ മതി. മോഹനേട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ കുഴപ്പം എന്റെ ഒന്നുമല്ല. എന്റെ കുഴപ്പം ഈ കേസുമായിട്ട് വേലായുധൻ ചേട്ടൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ കേസ് ജയിക്കാൻ പ്രയാസമാണ്. അപ്പൊ വേലായുധൻ ചേട്ടൻ അത് കേട്ടില്ല. പിന്നെ ഇതൊക്കെ ആര് വിശ്വസിക്കും? വക്കീലന്മാരുടെ സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കക്ഷിയെ അന്വേഷിച്ചെന്ന് കാല് പിടിച്ചിട്ടാണല്ലോ നിങ്ങൾ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങുന്നത്. ഉറപ്പായിട്ടും കേസ് ഏൽപ്പിച്ചു തരും എന്ന് പറയും. പക്ഷെ കോടതി ചെല്ലുമ്പോ കാര്യം കൈ നങ്ങ് പോവും. ഇതങ്ങനെ അല്ല മോഹനേട്ടാ. ഈ വേലായുധൻ ചേട്ടൻ ആദ്യം വക്കീൽ ഓഫീസിൽ വന്നു. അപ്പൊ ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. പിന്നെ ഇതാ ഒരു ദിവസം ഇവിടെ വന്നിട്ട് കാല് പിടിച്ചു. വക്കീൽ അങ്ങനെ പറയരുത്. എങ്ങനെ ഈ കേസ് വാദിച്ചേ പറ്റൂ? വേലായുധൻ ചേട്ടാ, ഈ കേസ് ജയിക്കണമെങ്കിൽ അസാധ്യമായ ഭാഗ്യം വേണം. വേലായുധൻ ചേട്ടന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് വക്കീലെ. അവനെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. വെറുതെ 4-5 പ്രാവശ്യം കോടതിയിൽ കയറ്റേക്കണം ചെയ്യാമല്ലോ. വക്കീൽ ഈ കേസ് ഏറ്റെടുത്തേ പറ്റൂ. വേറൊരാളായിരുന്നു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ഇതിപ്പോ സദാനന്ദൻ സാറ് പറഞ്ഞു വിട്ടതായതുകൊണ്ട് മാത്രം ഞാനിത് കേൾക്കുന്നേ. മനസ്സിലായല്ലോ? വലിയ സന്തോഷം വക്കീലെ. അങ്ങനെയൊക്കെയൊന്ന് വേലായുധൻ ചേട്ടൻ കരഞ്ഞു പറഞ്ഞോണ്ടോ ഞാൻ കേസ് ഏറ്റത്. എന്നിട്ടിപ്പോ തോറ്റപ്പോ അങ്ങനെ സ്വഭാവം മാറിയതുകൊണ്ടോ? മാറുമല്ലോ. സ്വന്തം ഭർത്താവിനെ നാട്ടുകാർ വില്ലേജ് ഓഫീസിൽ പൂട്ടിയിട്ട് ഇടിക്കണമെന്ന് ആഗ്രഹിച്ച നിന്നെ നിന്റെ കക്ഷി ചീത്ത വിളിച്ചെങ്കിൽ അത്ഭുതമുള്ളൂ. ഈശ്വരാ, നീ ആയിട്ട് എനിക്കെന്ന അവസരമാണല്ലോ ഇത്. ഇന്ന് വേലായുധൻ ചേട്ടൻ ഇങ്ങ് വരട്ടെ. ഞാൻ ചിരിച്ച് 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 ചിരി പോയോ? ആഹാ, ഒരു ചോദ്യം വരുമ്പോൾ നെഞ്ചും വിരിച്ചെന്ന് ഉത്തരം പറയണം നമ്മൾ. അല്ലാതെ ഒളിച്ചോടി ഇങ്ങനെ ഒന്ന് തുണിയുടെ ഇടയിൽ മറിഞ്ഞിട്ട് കാര്യമല്ല. വേലായുധൻ ചേട്ടന്റെ കേസ് നീ വാദിച്ചോ? അത് തോറ്റോ? പറഞ്ഞല്ലോ. നിന്റെ പിടിപ്പുകേട് കൊണ്ട് കേസ് തോറ്റു എന്ന് മനസ്സിലാക്കിയ വേലായുധൻ ചേട്ടൻ നിന്നെ കണ്ട് നാലെണ്ണം പറയാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണോ? എന്റെ പിടിപ്പോട് നല്ല കേസ് തോറ്റത് ഞാൻ പറഞ്ഞില്ലേ?
നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? രാവിലത്തെ ഒരു പത്രവാർത്ത കണ്ട നീ എന്താ പറഞ്ഞത്? ഈ നാട്ടിലെ ആളുകൾക്ക് എന്നാണോ വിവരമുണ്ടാവുക എന്നല്ലേ? നാട്ടിലെ ആളുകൾക്ക് വിവരമുണ്ടായി കഴിഞ്ഞിരിക്കും. പണ്ടൊക്കെ ആളുകൾക്ക് വക്കീൽ എന്ന് പറഞ്ഞ വലിയ ബഹുമാനമായിരുന്നു. കേസ് ജയിച്ചാലും തോറ്റാലും വക്കീൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു. കാലം മാറി. ഇപ്പോ കക്ഷികൾക്ക് വക്കീലിനേക്കാൾ വിവരമുണ്ട്. കേസ് വാദിച്ച് തോറ്റത് വക്കീലിന്റെ കഴിവുകേടാണെന്ന് തോന്നിയാൽ അവർ വന്ന് ചീത്ത വിളിക്കും. ആമേ, നാളത്തെ പത്രത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞോട്ടെ. കേസ് തോറ്റതിന്റെ പേരിൽ കക്ഷി വക്കീലിനെ ചീത്ത വിളിച്ചു. കാന്തല്ലൂർ സ്വദേശി വേലായുധനാണ് കേസില്ലാ വക്കീലായ സത്യഭാമയെ വീട്ടിൽ കയറി പുലഭ്യം പറഞ്ഞത്. സത്യഭാമയുടെ ഭർത്താവും സത്യസന്ധനായ വില്ലേജ് ഓഫീസറുമായ കെ മോഹനകൃഷ്ണൻ സാർ സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്നു. തന്റെ ഭാര്യയുടെ പിടിപ്പുകേട് കാരണം കെ മോഹനകൃഷ്ണൻ സാർ ഇങ്ങനെ സ്ഥിരമായി നാണം കെടാറുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ കയറി വന്ന് വല്ല അനാവശ്യം പറഞ്ഞാലേ വേലാതി ചേട്ടൻ അകത്തു പോവും. ഞാനൊരു വക്കീലാണ്. എന്താ നീ വക്കീലായത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. വക്കീലേ, അയ്യോ അയ്യോ, വക്കീലെ ഉത്തമ നിന്നെ വിളിക്കുന്നത്. പുതിയ തോക്കാനുള്ള കേസായിരിക്കും. ചെല്ലേ. അപ്പൊ ചീത്ത വിളിക്കൊണ്ടൊന്നും തീരില്ലേ? പോകൂ, പോയി വരൂ, ഏറ്റെടുക്കൂ, തോക്കൂ, വീണ്ടും ചീത്ത വിളി കേൾക്കൂ, പൊയ്ക്കോളൂ. നമസ്കാരം. പിന്നെ ആ പുരുഷോത്തമൻ ചേട്ടന്റെ കേസിന്റെ അവധി നാളെയാണ്. പുരുഷോത്തമൻ ചേട്ടൻ കോടതിയിൽ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. കോടതി വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രാവിലെ വക്കീൽ ഓഫീസിൽ വന്ന് ഫീസ് തരാൻ പറയണം. ഫീസ് കിട്ടാതെ ഞാൻ കോടതി പോവില്ല. അയ്യോ, അതൊക്കെ പുരുഷോത്തമൻ ചേട്ടൻ ചെയ്യും. നമസ്കാരമുണ്ട് സാർ. ഇന്ന് എന്നെ കണ്ടവൻ പറയുകയാണ്, കേസ് ജയിച്ചാൽ പറഞ്ഞതിനേക്കാളും 5000 രൂപ വക്കീലിന് കൂടുതൽ കൊടുക്കുമെന്ന്. കേസ് ജയിച്ചാലല്ലേ? കേസ് ജയിക്കുന്ന പ്രശ്നമില്ലാത്തോണ്ട് പുരുഷോത്തമൻ ചേട്ടന്റെ ആ 5000 രൂപ കൈ തന്നെ ഇരുന്നോളൂ. അത് സാർ അങ്ങനെ പറയുന്നേ? കേസ് ജയിക്കാതിരിക്കോ? നമ്മുടെ വക്കീലല്ലേ വാദിക്കുന്നത്. അതാണ്, അത് തന്നെയാണ് പ്രശ്നം. സാധാരണ ഈ വക്കീല് വാദിക്കുന്ന കേസൊക്കെ തോൽക്കാനാണ് പതിവ്. തോറ്റ് കഴിയുമ്പോ കക്ഷി ഇവിടെ വന്ന് വക്കീലിനെ ചീത്ത വിളിക്കും. ഇതുവരെ അങ്ങനെ എത്ര പേര് വന്ന് ഇവിടെ ചീത്ത വിളിച്ചിട്ടുണ്ട്? പറ. ഇതുവരെയുള്ള കാര്യം വിട്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് വക്കീലെ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. ഇവൾ ബ്ലേഡ് വേലായുധന്റെ കേസ് വാദിച്ചു. വാദിച്ചത് ഇവളായത് കൊണ്ട് തന്നെ തോറ്റു. തോറ്റതിന് ഇവളെ അഭിനന്ദിച്ച് ചീത്ത വിളിക്കാനായി വേലായുധൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. എന്റെ പൊന്നെ, ബ്ലേഡ് വേലായുധനാ? ദേ, വക്കീലെ കണ്ണും മൂക്കും ഇല്ലാത്തവനാണ് അവൻ. വക്കീൽ എന്തിനാണ് അയാളെ കേസെടുക്കാൻ പോയത്? കാശ് കിട്ടുന്ന കണ്ടപ്പോ ചാടിക്കേറി ഏറ്റതല്ലേ? അല്ലാതെന്താ? അയ്യോ അയ്യോ, ബാക്കി വേലായുധം വന്നിട്ട്. എന്താണ് വക്കീലെ പ്രശ്നം? ആ കേസ് ജയിക്കാൻ പാടാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. ഇപ്പിതാ കേസും തോറ്റു, അങ്ങയുടെ സ്വഭാവം മാറി. വക്കീലെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ കേറി വന്ന് വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കളയോ വായി. അങ്ങനെ വല്ലതും പറഞ്ഞു കളഞ്ഞാലേ ഞാൻ പോലീസിനെ വിളിക്കും. വക്കീലെ, അതല്ലല്ലോ പ്രശ്നം. ഒരു അലമ്പുണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാരും അറിയും. അതോടെ കേസ് തോറ്റ കാര്യം നാട്ടിൽ പാട്ടാവുകയും ചെയ്യും. ഏത് തരം കേസാണെന്ന് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. സത്യഭാമ വക്കീല് കേസ് തോറ്റു, കക്ഷി വീട്ടിൽ വന്ന് ചീത്ത വിളിച്ചു. ഇത്രയും സംഭവമേ പുറത്തറിയൂ. സംഗതി നാണക്കേടാവുകയും ചെയ്യും. വഴക്കിനൊന്നും പോവാതെ ഈ വേലായുധനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കുന്നതാണ് നല്ലത്. മോഹനയുടെ സാറാണ് സംസാരിക്കുന്നതെങ്കിൽ അതായിരിക്കും നല്ലത്. മോഹനോടൊന്നും സംസാരിക്കില്ല. എനിക്കൊരു നാണക്കേടുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കാണല്ലോ വില്ലേജ് ഓഫീസർ. എന്താ മോഹനേട്ടന്റെ ഉദ്ദേശം? ഓഫീസിൽ പോകാൻ പോകുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. വേലായുധൻ ചേട്ടൻ വരുമ്പോ ആ കൂട്ടത്തിൽ കൂടി എന്നെ കളിയാക്കാനാണോ പരിപാടിയെന്ന്? ആമേ, ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഏതോ നാട്ടിലെ ഏതോ ഒരു വില്ലേജ് ഓഫീസറെ അവിടുത്തെ നാട്ടുകാർ ആഫീസിൽ പൂട്ടിയിട്ടു എന്ന്.
ആ വാർത്ത കണ്ട പാടെ നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മി നിന്നെ ഫോൺ വിളിച്ചു അക്കാര്യം പറഞ്ഞു. അങ്ങനെ ധൃതിയിൽ നിന്നെ വിളിച്ചു പറയാൻ മാത്രം എന്ത് പ്രാധാന്യമുണ്ടായിരുന്നു ആ വാർത്തയ്ക്ക്? അപ്പൊ സംഭവം ഇതാണ്. ഒരു വില്ലേജ് ഓഫീസറായി എന്നെ കളിയാക്കാൻ ഒരു അവസരം കിട്ടിയ പാടെ നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മി നിന്നെ വിളിച്ചു പറഞ്ഞു. വിദ്യാലക്ഷ്മി പറഞ്ഞത് കേട്ട പാടെ നീ ഓടി വന്ന് എന്റെ കയ്യിൽ നിന്ന് പത്രം പിടിച്ചു വാങ്ങി 5-ാം പേജിലെ ആ വാർത്ത വായിച്ച് എന്നെ കളിയാക്കി. ശരിയല്ലേ? ഈ മോഹനേട്ടന്റെ ഒരു കാര്യം, ഞാൻ അതൊക്കെ ഒരു തമാശക്ക് ചെയ്തതല്ലേ. മോഹനേട്ടന്റെ അതൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കണേ? കാര്യമാക്കുമല്ലോ. നിന്റെ കൂട്ടുകാരുടെ വാക്ക് കേട്ട് നീ എന്നെ കളിയാക്കിയതിന് തൊട്ടു പിന്നാലെ അതേ കൂട്ടുകാരി വേറൊരു വാർത്ത പറയാൻ വിളിക്കുന്നു. ഇത് ദൈവമായിട്ടുണ്ടാക്കി തന്ന അവസരമാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ദൈവം ഒരവസരം തരുമ്പോ അത് കളയുന്നത് ശരിയാണോ ഭാമേ? പക്ഷെ മോഹനേട്ടാ, വേലായുധൻ ചേട്ടന്റെ കേസ് തോറ്റത് എന്റെ കഴിവുകേട് കൊണ്ടല്ല. ഏത് വക്കീല് വാദിച്ചാലും അത് തോക്കുമായിരുന്നു. കോഴിക്കോട്ടെ ഒരു വില്ലേജ് ഓഫീസറെ ജനങ്ങൾ പൂട്ടിയിട്ടത് അയാളുടെ കയ്യിരിപ്പ് കാരണമാണ്. ആ ന്യായം പറഞ്ഞ് ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയായ എന്നെ കളിയാക്കാൻ പാടുണ്ടായിരുന്നു. ഞാൻ തമാശക്ക് ചെയ്തതാണ്. പറഞ്ഞു വരുമ്പോ നിന്നേക്കാളും വലിയ തമാശക്കാരനാണ് ഞാൻ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ? ഉറപ്പാണോ? ഉറപ്പ്. മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. വേലായുധൻ ചേട്ടനായിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കും. നീ ചെല്ല്. മോഹനേട്ടനോട് ഒന്ന് വാ. ഞാൻ വരും. വരേണ്ട സമയത്ത്. ചെല്ലൂ, പോകൂ. നമസ്കാരം. ഇവിടെ ഇല്ലായിരുന്നല്ലേ? എന്നൊന്നു ഞാൻ വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ. എന്റെ കേസിന്റെ കാര്യം എന്തായി? കേസിന്റെ കാര്യം മത്തായി ചേട്ടൻ വേലായുധൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ജയിക്കാൻ പ്രയാസമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലായിരുന്നോ? വക്കീലെ, ഇമ്മാതിരി നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇന്നലെ സദാശിവം വക്കീലിനെ വിളിച്ചപ്പോ അങ്ങേര് പറയുക അത് പുല്ല് പോലെ ജയിക്കേണ്ട കേസായിരുന്നു, സത്യവും വക്കീലായതുകൊണ്ടാ തോറ്റതെന്ന്. സദാശിവ വക്കീൽ അങ്ങനെ പലതും പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കേസ് തോറ്റു മാനവും പോയി. ഇനിയിപ്പോ ഞാൻ തന്ന കാശ് വക്കീൽ തിരിച്ചു തന്നട്ടെ. അതെവിടുത്തെ ന്യായം? വക്കീൽ ഈ കേസ് മനഃപൂർവ്വം തോറ്റാണെന്ന് എനിക്കറിയാം. എതിർകക്ഷിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് എന്നെ പറ്റിച്ചതാണെന്ന് ഈ നാട്ടുകാരുടെ മുഴുവൻ പറയും. വക്കീല് നാണം കെടും. വേലായുധ, സത്യം പറയാലോ, വേലായുധൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആണുങ്ങളായാലും ഇങ്ങനെ വേണം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ മുഖത്ത് നോക്കി പറയുന്നതാണ് ആണത്തം. പറഞ്ഞു വരുമ്പോ ഞാനും താങ്കളെപ്പോലെ തന്നെയാ. നമ്മൾ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ് സത്യം. അതായത് വേലായുധൻ പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ തന്നെ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും ഞാനും. ഇറങ്ങ. എന്താ വേലായുധൻ എന്താ കരുതിയത്? കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് കരുതി എവിടെയും ചെന്ന് ആരോടും എന്തും പറയാമെന്നോ? കേസാവുമ്പോ ചിലപ്പോ തോൽക്കും. അതിന് വക്കീലിന്റെ അടുത്തൊന്നും വേണ്ടാധീനം പറയല്ലേ വേണ്ടത്. ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന്റെ വീടാ. ഇവിടെ കയറി വന്ന് എന്റെ ഭാര്യയോട് അപമര്യാദയെ സംസാരിച്ചാൽ എങ്ങനെയാണ് വേലായുധനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കളി എന്നോട് വേണ്ട. സാറേ, ഞാനൊന്ന് പറയട്ടെ. ഒരക്ഷരം വേണ്ടത്. കേസ് നോക്കുമ്പോ വക്കീലിനെ മെക്കിട്ട് കയറുന്നത് എവിടുത്തെ മര്യാദയാ?
ഭാമ നല്ല ഒന്നാം തരം വക്കീലാണെന്നുള്ളതിന് വേലായുധന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് എനിക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. മേലിൽ ഇവിടെ വെച്ചോ വക്കീൽ ഓഫീസിൽ വെച്ചോ വഴിയിൽ വെച്ചോ ഫോൺ ചെയ്തോ ഈ വിഷയത്തിന്റെ പേരിൽ ഭാമയോട് സംസാരിച്ചെന്നറിഞ്ഞാൽ ചില നേരത്ത് ഗാന്ധിയനാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോകും. ചെല്ല്. ഞാൻ ഒട്ടും കരുതിയില്ലാട്ടോ മോഹനേട്ടൻ എന്റെ കൂടെ കൊടുന്ന്. നിന്റെ കൂടെ അല്ല പിന്നെ ആരുടെ കൂടെ കൂടാണ്? എന്നാലും ഞാൻ മോഹനേട്ടനെ വെറുതെ കളിയാക്കിയില്ലേ, അതിന് ദേഷ്യം ചെറുതായിട്ട് കാണിക്കുന്ന ഞാൻ കരുതിയത്. അത് കാണിക്കും. ആ വിഷയത്തിൽ ഇവിടുത്തെ പ്രശ്നമല്ല. പക്ഷേ പുറത്തുനിന്ന് ഒരാളുടെ കാര്യം വരുമ്പോ നിന്റെ കൂടെ ഒന്നല്ലേ പറ്റൂ. നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ. എന്നോട് ക്ഷമിക്കും മോനേട്ടാ, ഇനി ഞാൻ കളിയാക്കേയില്ല. ഒരു ക്ഷമയിലൊന്നും അത് തീരില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചെവി തുള്ളിക്കോ. എന്റെ തന്നെ മതിയാ? മതി, വേദനിക്കും. ഭാര്യയുമായി സ്ഥിരം ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെടാറുണ്ടെങ്കിലും പുറത്തുനിന്നൊരാൾ ഭാര്യയെ പരിഹസിച്ചാൽ വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല മോഹനകൃഷ്ണൻ. സത്യഭാമയോടുള്ള കണക്ക് സത്യഭാമയോട് തന്നെ തീർക്കാൻ മാറ്റിവെച്ച് വേലായുധനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത വില്ലേജ് ഓഫീസർക്ക് അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.